കൂട്ടുകാരെ, നമുക്കിന്നൊരു ആംഗ്യപ്പാട്ട് കേട്ടാലോ? ഞാൻ പാടാൻ പോകുന്ന ആംഗ്യപ്പാട്ടിന്റെ പേരാണ് നെയ്യപ്പക്കൊതി. നെയ്യപ്പക്കൊതി മുത്ത അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. കൊച്ചുപുരക്കലെ അപ്പൂപ്പൻ, പിച്ചക്കാരനൊരപ്പൂപ്പൻ. പിച്ചയ്ക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുന്നാഴി. പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുരക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി. അപ്പം ചുടുവാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്തു കലക്കിയിട്ട് ചുടുപറക്കും മൂന്നപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മയ്ക്ക് വശം വന്നു പെട്ടെന്ന്. ആര് പറഞ്ഞു മൂപ്പിനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? അമ്പടി കള്ളി കൊതിയെത്തി കുമ്പ കുലുക്കിയിട്ടുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു കൂവി അപ്പൂപ്പൻ. തീപ്പുകേറ്റോ ഞാനല്ലേ, അപ്പം ചുട്ടോ ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം വാശി പിടിച്ചു അമ്മൂമ്മ. ഇരുവരും അങ്ങനെ വാശിയില്ല, വാശി മുറുകിയിട്ട് അടിപിടിയ. അമ്മൂമ്മയ്ക്കൊരു കടി കിട്ടി, അപ്പൂപ്പനൊരു തൊഴി കിട്ടി. ഡിഷു ഡിഷു കൊണ്ടപ്പോൾ അടിപിടി ഇടിപിടി മുത്തപ്പൂ നല്ലൊരു പൊൻവഴി കണ്ടെത്തി വില്ലൻ നമ്മുടെ അപ്പൂപ്പൻ. ഒത്തിരി നേരം രണ്ടാക്കും കുത്തിയിരിക്കാം മിണ്ടാതെ. ആദ്യം മിണ്ടിയാലൊറ്റപ്പം, മറ്റേയാക്കോ രണ്ടപ്പം. അമ്മൂമ്മയ്ക്ക് സമ്മതമായി, അങ്ങനെ തർക്കം രമ്യതയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാതെ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. കൂവൻ കൂവി ഉറങ്ങിയിട്ടും സൂര്യൻ ചാഞ്ഞു മറഞ്ഞിട്ടും ഇരുവരും ഒന്നും മിണ്ടിയില്ല. പുലിവാലാകില്ലേ. പെട്ടെന്നങ്ങ് അടുക്കളയിൽ മ്യാവൂ മ്യാവൂ വിളി കേട്ടു. അയ്യോ, പൂച്ച ചതിച്ചല്ലോ. ആദ്യം മിണ്ടി അമ്മൂമ്മ. അയ്യോ, കോരെ തോറ്റല്ലോ. തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ടമറിഞ്ഞു കിടപ്പുണ്ടേ, കുട്ട ഒഴിഞ്ഞു കിടപ്പുണ്ടേ. ഉണ്ട കണ്ണു മിഴിച്ചിട്ട് നാവും നക്കി നുണഞ്ഞിട്ട്